ഇയാൾ ന്യൂക്ലിയർ ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ വീട്ടിൽ ഒരു ബങ്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെന്നിട്ട് ഈ ബങ്കറിന്റെ ഉള്ളിലേക്ക് ചുമ്മാ പോണ ടൈമിൽ പുറത്തുനിന്ന് ഒരു ബോംബ് പൊട്ടണ പോലത്തെ സൗണ്ട് കേൾക്കും. ഇയാൾ ഇത് കണ്ടിട്ട് ന്യൂക്ലിയർ വാർ തുടങ്ങിയതാന്ന് വിചാരിച്ചിട്ട് വേഗം ബങ്കറിന്റെ വാതിലടച്ചിട്ട് 35 വർഷത്തേക്ക് ടൈമർ സെറ്റ് ചെയ്യും. ഈ സയന്റിസ്റ്റ് ഇവിടെ 35 വർഷം താമസിച്ചാലേ ന്യൂക്ലിയർ റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത് കണ്ടിട്ട് അയാളുടെ ഭാര്യ പേടിക്കാണ്. പക്ഷെ ഇവർക്കറിയാത്തൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബ് പൊട്ടണ പോലത്തെ സംഭവം അവരുടെ വീടിന്റെ അടുത്തൊരു പ്ലെയിൻ ക്രാഷ് ആയതിൽ നിന്നുണ്ടായതാണ്. ഈ സയന്റിസ്റ്റ് ആണെങ്കിലും 35 വർഷത്തേക്കുള്ള ഫുഡൊക്കെ ബങ്കറിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിൽ കറണ്ട് മാത്രമല്ലാണ്ട് ഇവനൊരു വലിയ സൂപ്പർ മാർക്കറ്റ് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് അതുകൊണ്ട് ഫുഡിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഇയാളുടെ ഭാര്യ അവിടെ വെച്ചൊരു ആൺകൊച്ചിന് ജന്മം കൊടുക്കാണ്. ഇയാൾ ആടത്തിന് എല്ലാ ദിവസവും പഠിപ്പിക്കും. ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ബോക്സിംഗും പറഞ്ഞു കൊടുക്കും. ഈ അമ്മയാണെങ്കിലും മോന് ഡാൻസ് കളിക്കാനും പഠിപ്പിക്കും. പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിലും ഇവർ ഹാപ്പി ആയിട്ട് ജീവിക്കാണ് ഈ ബങ്കറിന്റെ ഉള്ളിൽ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആടത്തിന് 35 വയസ്സായി. ഒരു ദിവസം ഇവർ ഉറങ്ങുന്ന ടൈമിൽ വാതിലിന്റെ അവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ട് ഇവർ പോയി നോക്കുമ്പോൾ ബങ്കറിന്റെ വാതിൽ തുറന്നതായിട്ട് കാണും. ഇവരിത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവാണ്. പക്ഷെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ സയന്റിസ്റ്റ് മാത്രം ആദ്യം പോയി നോക്കാന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് എലിവേറ്റർ കയറി പോയി നോക്കുമ്പോൾ അവന്റെ വീട് നശിച്ചു കിടക്കണതാണ് കാണുന്നത്. ഇവൻ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരാൾ വേസ്റ്റ് ചെയ്യുന്ന ഫുഡ് വരി തിന്നണത് കാണും. ഇവൻ വിചാരിക്കുന്നത് മനുഷ്യന്മാർ മ്യൂട്ടേറ്റഡ് ആയിന്നാണ്. ഇയാൾ എന്നിട്ട് ഉടനെ ബങ്കറിലേക്ക് തിരിച്ചു പോയിട്ട് മനുഷ്യന്മാരൊക്കെ മ്യൂട്ടേറ്റഡ് ആയി പുറത്തു പോണത് അപകടമാണെന്ന് ഫാമിലിനോട് പറയും. ഇയാളിത് പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാണ്. ഭർത്താവിനെ രക്ഷിക്കാൻ മരുന്ന് വാങ്ങാൻ അവർക്കൊരു പേരക്കുട്ടി വേണം എന്നുള്ളതുകൊണ്ട് ഈ അമ്മ ആടത്തിനോട് പുറത്തു പോയിട്ട് മരുന്ന് വാങ്ങി നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു വിടും. ഇവൻ പുറത്തിറങ്ങി ആദ്യമായിട്ട് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും നടന്ന് ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണ്. ഈ ആൾക്കാരൊക്കെ ഇവന് വട്ടായതാന്ന് വിചാരിച്ചാണ് നോക്കണത്. ഇവൻ എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാന്ന് വിചാരിക്കുമ്പോൾ സാധനങ്ങളുടെയൊക്കെ വില തീ പിടിച്ച പോലെ കൂടിയാണത് കാണും. ഇവന്റെ അമ്മ കൊടുത്ത പോക്കറ്റ് മണി ഒരു പബ്ലിക്കം വാങ്ങാൻ മാത്രമേ തികയൂ. ഇവൻ എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അമ്മേനോട് പൈസ ചോദിക്കാന്ന് വിചാരിച്ച് പോകുമ്പോൾ ആദ്യമായിട്ട് പുറം ലോകം കണ്ടുകൊണ്ട് ഇവന് വഴി തെറ്റി പോവാണ്. അതുകൊണ്ട് ഇവനൊരു ബേസ്ബോൾ ക്ലബ്ബിൽ പോയിട്ട് അവന്റെ 18ാമത്തെ ബർത്ത്ഡേക്ക് അച്ഛൻ കൊടുത്ത ബേസ്ബോൾ കാർഡ് വിൽക്കാൻ നോക്കും. ആ ക്ലബിന്റെ ഓണർ ഇവൻ അതിന്റെ ഒറിജിനൽ വില അറിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവന്റെ അത് 50 രൂപയ്ക്ക് വാങ്ങാൻ നോക്കും. പക്ഷെ മീ ഇതൊക്കെ കണ്ടോണ്ട് വന്നിട്ട് ഓരോ കാർഡിന് 40,000 കിട്ടുന്ന ആദത്തിനോട് പറയും. എന്നിട്ട് മീയെ അടവും കാർഡും കൊണ്ട് അവിടെ നിന്ന് ഒരുമിച്ച് പോവാണ്. അങ്ങനെ ഇവര് കുറച്ച് ദിവസം ഒരുമിച്ച് ചെലവാക്കുമ്പോൾ ആടത്തിന് ഇവള് നല്ല ആളെന്ന് തോന്നിയിട്ട് ഇവളോട് എനിക്കൊരു വൈഫിനെ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ ഈ ബാസ്ബോൾ കാർഡ് തരാന്ന് പറയും. മിയ എന്നിട്ട് ഇവനൊരു ക്ലബിലേക്ക് കൂട്ടിയിട്ട് പോവാണ്. അവിടെ വെച്ച് അതൊരു പെൺകുട്ടിയായിട്ട് നല്ല കമ്പനിയാവും. പക്ഷെ ഇത് കണ്ടിട്ട് മിയക്ക് ഇഷ്ടാവണില്ല. ഇവൾ എന്നിട്ട് അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകാൻ പോകുമ്പോൾ ആട അവളുടെ പിന്നാലെ വരും. ഇവൾ എന്തിനാ ദേഷ്യപ്പെടണേന്ന് ആദത്തിന് മനസ്സിലാവണില്ല. അവസാനം ഇവൻ മിയനോട് അവന്റെ ഇഷ്ടം പറയാണ്. മിയയും ഇഷ്ടാന്ന് പറയാൻ വരുമ്പോഴേക്ക് ഇവൻ അവളോട് ബങ്കറിലേക്ക് വന്ന് അവന്റെ കൂടെ താമസിക്കാൻ വിളിക്കും. ഇത് കേട്ട് ഞെട്ടിയിട്ട് ഇവൾ ആദത്തിന് വട്ടാന്ന് വിചാരിച്ചിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിക്കാണ്. ഈ ഡോക്ടർ ആണെങ്കിൽ ഇവനോട് ഓഫീസിലേക്ക് വരാൻ പറയും. ഇവൻ അവനെ ജയിലിലിടാൻ കൊണ്ടുപോകണതാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഓടി അവന്റെ വണ്ടി എടുത്തോണ്ട് പോവാണ്.